Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു എഗ് മസാല റൈസാണ്. ഇത് നമുക്ക് കറിയൊന്നും വേണ്ട കാര്യമില്ല. കറി ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഇതിന് എഗ് ബിരിയാണിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, എന്നാൽ അതിനേക്കാൾ ടേസ്റ്റ് കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബിരിയാണിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഏറ്റവും എളുപ്പമാണ്. വേറെ ഒരു കറിയും വേണ്ട, ഒരു സാലഡ് പോലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഈ എഗ് മസാല റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചോറ് വേണം. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ചോറ് വെച്ചിട്ടും നമുക്ക് ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ കറക്റ്റ് ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറും കിട്ടും, കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബസ്മതി റൈസ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് അരി എടുത്ത് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചേർക്കുമ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് കിട്ടും. ബസ്മതി റൈസിൻ്റെ പ്രത്യേകത ഏതാണ്, നമുക്ക് ഒട്ടിപ്പിടിക്കാതെ വേഗം നല്ല വിട്ട് ഫ്രൈഡ് റൈസ് പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിനകത്തേക്ക് കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ ബസ്മതി റൈസ് ആകുമ്പോൾ വെന്ത് കിട്ടും നമുക്ക്. അതാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ടും കൂടാണ് ബസ്മതി റൈസ് ഞാൻ എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും ഒന്നെങ്കിൽ വാർത്തെടുക്കുക, അല്ലെങ്കിൽ കോരി വേറെ പാത്രത്തിലാക്കി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അത് പെട്ടെന്നൊന്ന് ആറി വരുന്നവരെ ഫാനിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെണ്ണയാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 5-6 കുരുമുളക് ചതയ്ക്കൊന്നും വേണ്ട, അതുപടിയേ തന്നെ ഇടുക. ഒരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മസാലയാണ്. 2 കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക, 3-4 ഗ്രാമ്പു, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ആണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും അതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലുതായിട്ട് അരിഞ്ഞ് ചേർക്കരുത്, ചെറുതായിട്ട് അരിയുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്നാലേ നന്നായിട്ട് റൈസുമായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് സവോള ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടയിലും ഒക്കെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടേ ഞാൻ അവസാനം ഇനി ഉപ്പ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെ ആയി വരുമ്പോഴേക്കും ഉപ്പ് കൂടിപ്പോവും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഉപ്പായിപ്പോവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. സവോള ഒന്ന് വാടി വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ ഏകദേശം 1 ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ മതിയാവും. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന സ്പെഷ്യൽ സാധനമാണ് ബിരിയാണി മസാല. ഇതാണ് കറക്റ്റ് ഇതിന് ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കൊടുക്കുന്നതും നല്ല ഒരു സ്പൈസി ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ വരെ ബിരിയാണി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെന്നുണ്ടെങ്കിൽ
ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർക്കാം. എങ്കിലും ഇതിന് കറക്റ്റ് ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ വരുന്നത് ഈ ഒരു ബിരിയാണി മസാല കൂടെ ചേർക്കുമ്പോഴാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റണം. ഇപ്പം തീ എപ്പോഴും ഒരു മീഡിയം തൊട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഒത്തിരി ഹൈ ഫ്ലെയിം ആയിപ്പോയാൽ ഇത് അടിയിൽ പിടിക്കും, നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ട ചേർക്കാനായിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് ഫ്രൈ ആയി വരണമെങ്കിൽ കുറച്ച് എണ്ണ വേണം. എണ്ണ തീരെ കുറഞ്ഞു പോകരുത്, അപ്പോൾ ഇതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം ഞാനൊരു 5 കോഴിമുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയെല്ലാം ഒരു സൈഡിലേക്ക് തന്നെ ഒഴിക്കുക. ഇതുപോലെ സൈഡിലേക്ക് മസാല മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവും, ഒത്തിരി ഒന്നും വേണ്ട. നമ്മളുണ്ടാക്കിയ ആ ഒരു മസാല അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒത്തിരി അങ്ങ് എരിവ് ചേർക്കേണ്ട കാര്യമില്ല. ആ മുട്ടയിൽ പിടിക്കാൻ മാത്രമുള്ള ഉപ്പും കുരുമുളകുമാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിയിലൊന്ന് സെറ്റായി വരുന്ന സമയത്തെ മിക്സ് ചെയ്യാവുള്ളൂ. ആദ്യം തൊട്ടേ കുത്തി ഇളക്കരുത്, അപ്പോൾ ഇങ്ങനെ മുട്ട തീരെ പൊടിയായി പോവും. ഇതിനകത്ത് ചെറിയ പീസായിട്ട് ഇങ്ങനെ മുട്ട കിടക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ഇതുപോലെ അടിയിൽ സെറ്റായി വരുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്തെ ബാക്കിയുള്ള മസാലയായിട്ട് ഇത് മിക്സ് ചെയ്യാവുള്ളൂ. ആദ്യം മുട്ട ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ആ മുട്ടയുടെ ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴേക്കും ഒത്തിരി ഉപ്പായി പോകും. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ മസാലയും മുട്ടയെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഈ സമയത്ത് വേണമെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ച് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയും എഗ്ഗും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ റൈസ് എണ്ണയൊക്കെ ചേർത്ത് വേവിച്ചുകൊണ്ട് നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ചേർക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ ചോറാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചൊക്കെ പോവും. അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് ബസ്മതി റൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല വിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ റൈസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെയും ബിരിയാണിയുടെയും എല്ലാം കൂടെ ചേർന്ന ഒരു ടേസ്റ്റ് കിട്ടും. ഉപ്പ് എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നുകൂടെ നോക്കുക. ഉപ്പോ എരിവ് പോരാന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയോ ഉപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഈ സമയത്ത് മിക്സ് ചെയ്താൽ ആ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു അല്പം കുരുമുളക് പൊടി കൂടെ മേളിലൊന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അലുമിനിയത്തിൻ്റെയോ അങ്ങനെയുള്ള ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഒട്ടും അടിയിൽ പിടിക്കാതെ നല്ല വിട്ട് കിട്ടും. അപ്പോൾ മാക്സിമം നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കറിയും കൂട്ടാതെ, ഒരു സാലഡ് പോലും ഇല്ലാതെ നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.